നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ കഴിയാത്തവർ അധികാരത്തിൽ തുടരരുതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന കേരള കർഷക യൂണിയൻ സംസ്ഥാനതല കർഷക സമര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. 2016 ശേഷം വന്യജീവി ആക്രമണങ്ങളിൽ 1200-ൽ പരം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടും 50,000-ഓളം പേർക്ക് ഗുരുതര പരിക്കുകളുണ്ടായിട്ടും 55,000 വന്യമൃഗ ആക്രമണങ്ങൾ സംഭവിച്ചിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത പാലിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്തവർ അധികാരത്തിൽ തുടരുന്നത് അധാർമികമാണ്. ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന കേരള കർഷക യൂണിയൻ സംസ്ഥാനതല കർഷക സമര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനിയും ഒട്ടനവധി നേതാക്കന്മാർ നമ്മുടെ പ്രതിഷേധ സംഗമത്തെ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ കർഷകർ, പ്രത്യേകിച്ച് മലയോര കർഷകർ, സാധാരണക്കാരായ ആളുകൾ വലിയ നിലയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുക, ജീവിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മരണഭയം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ഓടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയാം. ഇവിടെ പരാമർശിച്ച പോലെ എത്രയോ ആളുകളുടെ ജീവനാണ് വന്യമൃഗങ്ങളുടെ ആക്രമണമേറ്റ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൻ്റെ വനം മന്ത്രി ഈ ഫെബ്രുവരി മാസം 2024 ഫെബ്രുവരി മാസം നിയമസഭയിൽ പറഞ്ഞ കണക്ക് പ്രകാരം മാത്രമാണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതലുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 2016 മുതൽ 2023 വരെയുള്ള കണക്കിൽ അദ്ദേഹം പറഞ്ഞ 909 മനുഷ്യജീവനുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. 55,408 ആക്രമണം ഉണ്ടായിരിക്കുന്നു വന്യമൃഗങ്ങൾക്ക്. 7,517 ആളുകൾ ഗുരുതരാവസ്ഥയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണമായിട്ട് നഷ്ടപ്പെടുകയാണ്. കൂടാതെ ഒട്ടനവധിയായിട്ടുള്ള മേഖലകളിൽ ഈ വന്യമൃഗ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കൃഷിനാശം ഉണ്ടായിരിക്കുന്നു. വന്യമൃഗശല്യം തടയുന്നതിനുള്ള അടിയന്തര നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കർഷക യൂണിയന്റെയും കേരള കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാനതല സമരപരിപാടികൾ വ്യാപിപ്പിക്കുമെന്നും തോമസ് ഉണ്ണിയാടൻ മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നത് അവസാനിപ്പിക്കുക, ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി, പുലി, കടുവ, അണ്ണാൻ, കുരങ്ങൻ, മയിൽ, മാൻ, വേട്ടനായ്ക്കൾ തുടങ്ങിയ വന്യജീവികളെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും അനുവാദം നൽകുക, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക, വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണവും ജലവും ലഭ്യമാക്കുക, നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല സമര സംഗമം നടത്തിയത്. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കർഷക രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം ആരംഭിച്ചത്. കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്ങൽ അധ്യക്ഷനായിരുന്നു. സനീഷ് കുമാർ ജോസഫ് MLA, സംസ്ഥാന നേതാക്കളായി MP പോളി, CV കുര്യാക്കോസ്, ജോസ് ജെയിംസ്, ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, ജോയി ഗോപുരൻ, മിനി മോഹൻദാസ്, CT പോൾ, MV ജോൺ, TA പ്ലാസിഡ്, വിൽസൺ മേച്ചേരി, മനോജ് കുന്നേൽ, ജോഷി പുതുശ്ശേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Dressing super. ഗായത്രി. ഇതാരാ ഡിസൈൻ ചെയ്തത്? ഗായത്രി. ഇത് ഗായത്രി. ഗായത്രി. ആരാ ഈ ഗായത്രി? ഗായത്രി കട്ടപ്പനയിലാ. ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha.